ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ നഗരവീഥിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പാട്ടും മേളവും ഒക്കെ ആയിട്ടാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന ഓണം ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി സമാപനം കുറിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസം അത്രയും കനകക്കുന്നും മ്യൂസിയം ഒക്കെ കേന്ദ്രീകരിച്ച് വിപുലമായ കലാപരിപാടികളാണ്. അത് നഗരത്തിന് പുറത്തേക്കും വേദികൾ കണ്ടെത്തി കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഓണം വാരാഘോഷം അതിഗംഭീരമായി തന്നെ നടപ്പിലാക്കിയത്. മറ്റ് ജില്ലകളിലും സമാനമായ നിലയിൽ ഇന്നലെ നമ്മൾ തൃശ്ശൂരിലെ പുലിക്കളി ആഘോഷം കണ്ടതാണ്. അതോടുകൂടി തൃശ്ശൂരിലെ ഓണാഘോഷ പരിപാടികൾക്ക് അവസരമായി. ഇത് തിരുവനന്തപുരത്തെ ഈ വാരാഘോഷ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് സംസ്ഥാനത്തെ പരിപാടികൾക്ക് ഔദ്യോഗികമായി സമാപനം കുറിക്കുന്നത്. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. നല്ല രസമുള്ള രൂപങ്ങൾ, പൂമ്പാറ്റ ചിറകുകളും ഒക്കെ ആയിട്ടുള്ള കലാരൂപങ്ങളൊക്കെ വേദിയിലൂടെ റോഡിലൂടെ നടന്നു വന്നുകൊണ്ടേയിരിക്കും. തെയ്യത്തിൻ്റെ രൂപവും ഒക്കെയുണ്ട്. പല വിധത്തിൽ പല രൂപങ്ങൾ പല നിറങ്ങളിൽ ഒക്കെ അണിയിച്ചൊരുക്കിയാണ് ഓരോ വകുപ്പും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവർ വ്യത്യസ്തമാർന്നൊരു മുഖം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് ഏതോ വാഹനത്തിൽ മുഖമൊക്കെ സജ്ജീകരിച്ച് അങ്ങനെ പല വിധത്തിൽ ഘോഷയാത്രയ്ക്ക് കൂടുതൽ കളർഫുൾ ആക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും നടത്തുന്നത്. കുറച്ചുകൂടി രാത്രിയായാൽ ഇതെല്ലാം പ്രകാശ സംവിധാനത്തിൽ കുറച്ചുകൂടി മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് കൺട്രോൾ റൂം സൗകര്യവും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഫ്ലോട്ടുകളൊക്കെ ഇതിനോടൊപ്പം അണിഞ്ഞൊരുക്കുന്നുണ്ട്. എല്ലാം ഇത് ഈ സമീപകാലത്തായി ഏറെ ഹിറ്റായിട്ടുള്ള ഒരു രൂപമാണ്. പല നമ്മുടെ പ്രിയപ്പെട്ട പഴയ താരങ്ങളൊക്കെ ഇന്നസെന്റും ജഗതിയും കുതിരവട്ടം ഒക്കെ അണിനിരക്കുന്ന ഇത്തരം മുഖങ്ങൾ ആളുകളുടെ ദേഹത്ത് അത് കെട്ടിവെച്ചുകൊണ്ട് വളരെ പാട്ടിനനുസരിച്ച് ചൂടൊക്കെ വെച്ച് രസകരമായി നീങ്ങുന്ന കാഴ്ചകൾ അത് ഈ സമീപകാലത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു കലാരൂപം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ്. റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്നു. പ്രശാന്ത്, ഇത് എത്ര സമയം വരെ ഘോഷയാത്ര തുടരും? മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് അവർക്ക് കാണാൻ സ്ഥലമൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയോ? വനിതകൾക്ക് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ജലരക്ഷാ പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടി കഴിവ് തെളിയിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ റെസ്ക്യൂ ഡൈവിംഗ് ടീം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തിരുവനന്തപുരം നഗരത്തിലൂടെ ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര പുരോഗമിക്കുകയാണത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ വേദിയിലുണ്ട്. അനന്തൻ, മുഖ്യമന്ത്രി, ഗവർണർ, ടൂറിസം വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാവരും അവിടെ സന്നിധരായിട്ടുണ്ട്. അവരെല്ലാം കാഴ്ചകൾ കാണുകയാണ്. എങ്ങനെയാണ് ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്? ഘോഷയാത്ര അടിപൊളിയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഒട്ടും മോശമാക്കിയില്ല തിരുവനന്തപുരം. ഈ ഓണം വാരാഘോഷം അവസാന ദിവസം ഈ ഘോഷയാത്ര എത്രത്തോളം അടിപൊളിയാക്കാമോ അത്രത്തോളം അടിപൊളിയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തവണയും അതുതന്നെ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിമിഷം കണ്ടതാണ് ഈ നമ്മുടെ ഉത്സവം പറമ്പിലൊക്കെ വലിയ ഹിറ്റായി മാറിയ സിനിമാ താരങ്ങളുടെ രൂപം. അതിൽ ജയസൂര്യയുണ്ട്, മമ്മൂക്കയുണ്ട്, ഇന്നസെന്റ് ഉണ്ട്, അതിനൊപ്പം നമ്മുടെ കുമ്പിടിയായിട്ട് ജഗതി ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ രൂപങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഈ കലാകാരന്മാർ, ചെണ്ടമേളത്തിന്റെ കലാകാരന്മാരാണ് കനകക്കുന്നിൽ അവരുടെ കലാരൂപം അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമുള്ള കലാരൂപങ്ങളല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടിയുണ്ട്. നേരത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഒരു വിഭാഗത്തിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങൾ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരൊക്കെ ഓരോ കലാരൂപങ്ങളുമായി, പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, ഒറീസ, ആസാം ഇവിടെ നിന്നൊക്കെയുള്ള കലാകാരന്മാരുടെ കലാരൂപങ്ങളും കടന്നുപോയിരുന്നു. ഇപ്പോൾ ചെണ്ടമേളത്തിന്റെ ഒരു സംഘം കനകക്കുന്നിലെ
ഈ കാത്തിരിക്കുന്ന നൂറുകണക്കിന് കലാസ്വാദകരെ അവരൊക്കെ താളമേളങ്ങളുടെ ഒരു വിഭവമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ കൂടുതൽ ഫ്ലോട്ടുകൾ കടന്നു വരുന്നു. രണ്ട് വശത്തും നൂറുകണക്കിന് എല്ലാ വർഷവും ആൾക്കാർ കൂടിക്കൂടി വരികയാണ്. ഇത്തവണയും എനിക്ക് തോന്നുന്നത് മുൻപത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇത്തവണ ഈ ഘോഷയാത്ര കാണാൻ വേണ്ടി തലസ്ഥാന നഗരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ഗ്രൂപ്പിൻ്റെയും ഈ ദൃശ്യ വിസ്മയങ്ങൾ കടന്നു പോകുമ്പോഴും ചെറിയൊരു ഇടവേളയുണ്ട്. പക്ഷെ അതാരെയും മടുപ്പിക്കുന്നില്ല. അടുത്ത ഫ്ലോട്ട്, അടുത്ത കലാരൂപം അത് എന്താണ് എന്നുള്ള ആകാംക്ഷയാണ്. കാരണം വന്നു പോകുന്ന ഓരോ കലാരൂപങ്ങളും അത്രത്തോളം മേന്മയുള്ളതാണ്, അത്രത്തോളം രസിപ്പിക്കുന്നതാണ്. അത് ഇതുവരെ കാണാത്ത ചില കലാരൂപങ്ങൾ കൂടി ഇവിടെ വന്നവർക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു ആവേശമുണ്ടാക്കുന്ന കാഴ്ചയാണ്. നാലുകെട്ടൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ തനത് നിർമ്മാണ ശൈലിയിലുള്ള കേരളത്തിൻ്റെ സംസ്കാര പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന നിർമ്മിതിയിലുള്ള ആറന്മുള കണ്ണാടിയുടെ വലിയ രൂപം വെച്ച ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആറന്മുള കണ്ണാടിയും ഒപ്പം തന്നെ ക്ലേ മോഡലിങ്ങും ഒക്കെ ഉൾക്കൊള്ളുന്ന ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മളുടെ സാംസ്കാരിക മേഖലയുടെ സമഗ്ര വികസനം, സാംസ്കാരിക വകുപ്പിൻ്റെ ഫ്ലോട്ടാണ്. നമ്മുടെ പൗരാണികതയും നമ്മളുടെ പൈതൃകവും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന അതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫ്ലോട്ടാണ്. കേരളം നമ്പർ 1 എന്ന ഫ്ലോട്ടാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്തത് അത് നമ്മളുടെ മത്സ്യ വകുപ്പിൻ്റെതാണെന്ന് തോന്നുന്നു, അത് ദൂരെ നോക്കിയിട്ട്. കാരണം മത്സ്യവും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാഴ്ചയ്ക്ക് ഓരോ ഫ്ലോട്ടുകളും പുതുമ നിറഞ്ഞ ആശയങ്ങളും പുതുമയുള്ള ആവിഷ്കാരങ്ങളുമാണ്. പുതിയ ടെക്നോളജികളൊക്കെ ഈ ഫ്ലോട്ടുകളുടെ ആ സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും മടുപ്പിക്കുന്നില്ല.